എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഏതായാലും ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുളിച്ചത് എന്തിനാ മെയിനാന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം ഉണ്ടായില്ലേ, അതുകൊണ്ടൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുളിച്ചതാണ്. അപ്പോൾ കുളിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി. ഇപ്പം 3:15 സമയം, നിച്ചൂട്ടി 3:30 എത്തുമല്ലോ. അപ്പോൾ ആ ക്ഷീണത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ മോള് വരുമ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ നിച്ചൂട്ടി വരുമ്പോഴേക്ക് കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. താങ്ക് യു. ഇന്ന് ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ കാര്യമായിട്ട് ഒന്നും ഒരു ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കലുണ്ട് സർപ്രൈസ് ആയിട്ട്. പക്ഷെ ഇപ്രാവശ്യം എവിടെയും പോവാൻ പറ്റിയില്ല. എവിടെ ഒറ്റക്ക് പോകുന്നില്ലല്ലോ. സാധാരണ ഞാൻ എങ്ങനെയെങ്കിലും അതിന് മുന്നേ ആയിട്ട് പോയിട്ട് എന്തെങ്കിലും വാങ്ങി വെക്കലുണ്ട്. ഇപ്രാവശ്യം പിന്നെ ഇതാണ് സർപ്രൈസ്. ബർത്ത്ഡേ സർപ്രൈസ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് തരും കേട്ടാ. എവിടെയും പോയിട്ടും ഇല്ല, ഒന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് സാലഡ് ഫുഡൊന്നും ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പൊ സർപ്രൈസ് ആയില്ലേ. അല്ല ഞാനിങ്ങനെ ആലോചിക്കുന്നേ, നമ്മള് എത്ര വലിയ ഞാനെല്ലാം തൊണ്ടി മറ്റേ തള്ള വൈബായതൊന്നും കേട്ടിട്ട് ഒരു പോസ്റ്റോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റോ ഒരു സ്റ്റാറ്റസോ വരെ ഇട്ടിട്ടില്ല. ഏട്ട പിന്നെ വണ്ടേ ഇടില്ല. അല്ല അതൊന്നും അതെല്ലാം മൈൻഡിൽ നിന്ന് മാറി. അതെല്ലാം മാറിയിട്ട് ഇപ്പം ഒന്നാമത് ഈ സമയം ആയതുകൊണ്ട് ക്ഷീണവും കാര്യങ്ങളെല്ലാം ആയിട്ട് അതൊന്നും മാറി. ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു. അയ്യോ ഞാൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലേ രാത്രിക്ക്. ഇന്നലെ ഉച്ചക്ക് കുറച്ചു നേരം ഉറങ്ങിപ്പോയത് കൊണ്ട് രാത്രി തീരെ ഉറക്കം വന്നിട്ടില്ല. അപ്പൊ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ കണ്ണു മൂടുന്ന്, പക്ഷെ ഉറങ്ങുന്നില്ല. അതാണ് അവസ്ഥയുണ്ടായേ. പിന്നെ കഫക്കെട്ട് ഉണ്ടായിന്. രാവിലെ തന്നെ ഹോമിയോയിലെല്ലാം പോയിട്ട് അതിന്റെ ക്ഷീണം വേറെ എല്ലാം കൂടെ ഒരു വൃത്തികെട്ട ദിവസമാണ് നിന്നുണ്ടായ. ഒരു സുഖം ഉണ്ടായിട്ടില്ല, ഒരു ഉഷാറുണ്ടായിട്ടില്ല. അപ്പൊ ഒന്ന് വേഗം കുളിച്ച് സെറ്റായിട്ട് ഇപ്പൊ കുറച്ച് ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇച്ചൂട്ടി വരുന്നത് കാത്ത് ഇങ്ങനെ നിൽക്കുമെന്ന്. ചേട്ടി ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണെന്ന് എല്ലാരോടും പറഞ്ഞിനാ? ആരോടാ പറഞ്ഞേ? എന്റെ ടീച്ചർ എന്താ പറഞ്ഞേ? അതെയാ. നിച്ചൂട്ടി അച്ഛന് ഗിഫ്റ്റ് കൊടുത്തിനാ? എപ്പാ കൊടുത്തേ? രാവിലെയാ? എന്നാ കൊടുത്തേ? കാണിച്ചു തരുമോ? എടുത്തിട്ട് വാ. നിച്ചൂട്ടിന്റെ ഗിഫ്റ്റാന്നേ അച്ഛക്ക്. കാണിച്ചു. തുറക്കാനൊന്നുമില്ല, പുറത്താണടാ. കളിപ്പിച്ചേ കളിപ്പിച്ചേതാ. ഹാപ്പി ബർത്ത്ഡേ അച്ചി, ഐ ലവ് യു സോ മച്ച്. അച്ഛന്റെ നിച്ചൂട്ടി നല്ല എഴുതിനല്ലേ? ആ അച്ഛന്റെ നിച്ചൂട്ടി. ഇതാണ് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി. ഇന്ന് നിച്ചൂട്ടിന്റെ ഡാൻസ് വേണ്ടതാണ് ശരിക്കും പഞ്ചായത്ത് ഗ്രാമോത്സവത്തിന്. പക്ഷെ അത് മാറ്റി വെച്ചു വെള്ളിയാഴ്ചത്തേക്ക്. ആ സ്റ്റേജിന്റെ ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം പൊട്ടി വീണുപോയി ഇന്നലെ. എന്നിട്ട് അത് മാറ്റി വെച്ചല്ലേ? എപ്പോഴത്തേക്കാന്ന് ടീച്ചർ പറഞ്ഞനാ? വെള്ളിയാഴ്ച തന്നെയാ. സമയം പറഞ്ഞില്ല. ഉടുപ്പെല്ലാം മാറ്റിയാലോ? നിച്ചിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയാ? നിച്ച് വന്നാണ് ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് ഫ്രഷായി. മുടി ഇങ്ങനെ മേലെ കെട്ടി വെക്കൂട്ടാ. ബാക്കിൽ കാണിച്ച ഇച്ചിരി കൊറേ മുടിയെല്ലാം ആയപ്പ. അങ്ങനെ പറഞ്ഞാ ഭയങ്കര സന്തോഷാന്നേ. വലിയ ആളായി എന്ന വിചാരം. വലിയ ആളായില്ല. പുറത്തേക്കോ? ഞാനുണ്ടല്ലോ ഇതുവരെ പുഡിങ് ആക്കിയിട്ടില്ലേ. ഇതിനിടക്ക് ഒരു പ്രാവശ്യം മിൽക്ക് പുഡിങ് ആക്കി. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇന്ന് ഏട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിച്ചൂട്ടി പറഞ്ഞ് കേക്ക് മേടിക്കണം. കേക്ക് മേടിച്ചാൽ നമുക്ക് ചെലവാവൂല, നിച്ചൂട്ടി മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ടൊന്ന് യൂട്യൂബ് കണ്ടിട്ട് അങ്ങനെ ആക്കിയതാണ്. അമ്മ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ശരിയായതൊന്നും അറിയില്ല.
നോക്കട്ടെ അമ്മ, ഒരു സ്പൂൺ കൂടെ വാങ്ങിച്ചാ. പക്ഷെ ഇത് കുറച്ചും കൂടെ മെൽറ്റ് ആവലുണ്ടല്ലോ ഈ ബ്രെഡ്. ഇത് നോക്ക്, ഇന്ന് ഇത് അമ്മ 2 സ്പൂൺ ആയാലും ഒന്ന് തന്നെയല്ലേടാ. ഫുള്ള് വായിലിട്, ചവക്കന്നിട്ട് കുറച്ചും കൂടെ മധുരം ആവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. രസമുണ്ടാ? ശരിക്കും ഉണ്ടാ? കുറച്ചും കൂടെ മധുരം ആവാ അല്ലേ? നിച്ചോട്ടിക്ക് ആവാ, നമുക്ക് കറക്റ്റാണ് അല്ലേ? നിച്ചുട്ടി ചെയ്താ ഒരു കളിമുച്ച അതിനിടക്കേക്കൂടെ കഴിക്കുന്നു. ഇല്ല, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവര് ആർത്തിയോടെ തിന്നുന്ന കാണുമ്പോ അത് ഭയങ്കര സന്തോഷാണ്. സത്യമായിട്ടും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് തിന്നുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും മോളും ഇതാ മത്സരിച്ച് തിന്നുന്നുണ്ടേ. അച്ഛനാണോ ഫസ്റ്റ്, മോളാണോ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അച്ഛച്ചും അമ്മമ്മയെല്ലാം ടേസ്റ്റ് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമായി, അടിപൊളി ഉണ്ട് എന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ്. യൂട്യൂബ് നോക്കിയിട്ട് ആക്കിയതാണ്, എനിക്ക് അറിയൊന്നുമില്ല സംഭവമാക്കാൻ. ഇതിനിടക്ക് മിൽക്ക് പുഡിംഗ് ആക്കിയത് ഇഷ്ടമായിട്ടില്ല കേട്ടാ. അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ അത്? ഞാൻ ആദ്യമായിട്ട് തന്നെ ആക്കുന്നു, തിന്നുന്നു, കാണുന്നു എല്ലാം ആദ്യമായിട്ട് തന്നെ. പണ്ടേ ആക്കണം എന്ന് വിചാരിക്കലുണ്ട്, ഞാൻ ആക്കിയതാ. നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇഷ്ടപ്പെട്ട പുഡിംഗ് ഏതാന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട റെസിപ്പി സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നമ്മളെ ഒരു നോൺ സ്റ്റിക് പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ചെല്ലാം ഇങ്ങനെ ഇളകി പോയേ. എന്നാലും ഫുള്ള് ഇളകിയാൽ നമുക്ക് കളയാൻ മനസ്സ് വരില്ലല്ലോ. ലാസ്റ്റ് അച്ഛൻ കാൽമ്പാൻ തുടങ്ങി. ഞാൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്കും അമ്മക്ക് വാണിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് മേടിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും PG ഉണ്ടത് ഓഫറിൽ കുറെ പാത്രങ്ങൾ ഒരുമിച്ച്. നമ്മള് നോർമലി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒന്നിന് തന്നെ 1500 അങ്ങനെ റേഞ്ചിലെല്ലാം ഉണ്ടാവില്ലേ. ഇത് 1150 കുറെ പാത്രം. പക്ഷെ മേടിക്കുമ്പോൾ പേടി ഉണ്ടായില്ലേ, സൈസ് ചെറുതായിരിക്കുമോ എന്നൊരു പേടി ഉണ്ടായില്ല. ഇല്ല കേട്ടോ, അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു പാത്രം ഉണ്ട്, PGന്റെ ആണ് ബ്രാൻഡിന്റെ. അവിടെ കാണിക്കുന്നുണ്ടാ? അതെ, ലിച്ചുവിനെ പോലത്തെ ഒരു കുഞ്ഞി പാത്രം ഉണ്ട്. മേലെ വെച്ചിട്ട് കാണിച്ചു ഒന്ന്. ഇത് അത് കിട്ടും, അങ്ങനെ ആവൂല, ചൂടാക്കണം. പിന്നെ ഇതാ ഇങ്ങനെ ഒരു പാത്രം, നല്ല രസമുണ്ട്. ഇത് കാണാൻ നല്ല ക്യൂട്ട് ഉണ്ട്. പിന്നെ ഇതാ ഒരു ഫ്രൈ പാൻ. അത് കിട്ടൂല്ലോ മോളെ, അങ്ങനെ ചൂടാക്കിയാൽ വരും. ഒന്ന് മാത്രമേ അങ്ങനെ വരും. പിന്നെ ഒരു ദോശത്തവ. കിട്ടൂലടാ, ഒന്നും കിട്ടൂല. ഇത്രയും സാധനങ്ങളുണ്ട്. എന്നുള്ള മോളെ അതിന്റെ കൂടെ ഒരു കയ്യില് ഓട്ട കയ്യില് ഇത്രയും സാധനം. അതിന്റെ മേലെ വെച്ച പോലെ ഇത്രയും സാധനം 1150 രൂപയ്ക്ക് നല്ല ലാഭമായിട്ട് തോന്നി കേട്ടോ. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് അങ്ങനെ ആക്കണ്ട. ഇതും ഇതിന്റെ റെഡ് കളറും ഉണ്ട്. ഇത് എല്ലാത്തിന്റെയും അടിയിൽ ബ്ലാക്ക് ആണ്. ഇതിന്റെ തന്നെ റെഡ് കളറും ഉണ്ട് കേട്ടാ. അതിന് കുറച്ച് പൈസ മാറ്റം ഉണ്ട് തോന്നുന്നു. അപ്പൊ ഇത്രയും സാധനമാണ് 1150 രൂപയ്ക്കുള്ളത്. ഞാൻ ഈ വീഡിയോന്റെ താഴെയായിട്ട് ടാഗ് ചെയ്യാം. നിങ്ങൾ വീഡിയോ കണ്ടോണ്ട് നിൽക്കുമ്പോൾ അതേ സ്ക്രീനിൽ തന്നെ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ അതിന്റെ പേര് കാണും, ഈ പ്രൊഡക്റ്റിന്റെ പേര് കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഫ്ലിപ്കാർട്ടിലേക്ക് കയറിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും സാധനമാണ് ഈ കൂട്ടത്തിനുണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ സ്ഥിരം റുട്ടീൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഈവനിങ് റുട്ടീൻ എന്താണെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ കുറേ ഷോർട്സ് വീഡിയോ ലോങ് വീഡിയോയിലും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ച് അപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മീനിന് ഫുഡ് കൊടുക്കുവാന്നേ. ഈ ഫിഷിനെ വളർത്താൻ തുടങ്ങിയ പിന്നെ നിച്ചുട്ടിക്കും ഒരു ഉത്തരവാദിത്വം പോലെയാണ് കേട്ടോ. അത് രാവിലെയും വൈകുന്നേരവും ചോദിക്കും, അമ്മയെ ഫിഷിന് ഫുഡ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഒരു മെച്ചുവേർഡായിട്ട് ഒരു ഉത്തരവാദിത്വം വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്കെല്ലാം പെറ്റ്സിനെ വളർത്തുന്ന ശീലമെല്ലാം നല്ലതാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വേറെ പെറ്റ്സിനൊന്നും നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ പൂച്ചേനെയോ നായിനെയോ അതിനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നിച്ചുട്ടിക്ക് ഒരു ഫിഷ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുളത്തിൽ ഫിഷ് ഇട്ടത്. ഗപ്പി ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, നമുക്ക് അധികം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കൊണ്ടിൽ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങ് വളർന്നോളും. ഫസ്റ്റ് സെറ്റ് പ്രസവിച്ചത് നല്ല വലുതായിട്ടുണ്ട്. വീണ്ടും പുതിയ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ
വീണക്കല്ലേ. സാധാരണ എല്ലാ ദിവസവും ഈ വൈകുന്നേരത്തെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കൽ. സന്ധ്യ ആകുമ്പോഴേക്ക് ഈ ചെടിക്ക് വെള്ളമൊഴിക്കലും നമ്മുടെ പച്ചക്കറിക്ക് വെള്ളമൊഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ ഇന്ന് കുളിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചെറുതായിട്ട് വേർക്കും, എന്നാലും രാത്രിയാകുമ്പോൾ ഒന്ന് മേലെ കഴുകിയാൽ മതിയല്ല. അപ്പോൾ ഇച്ചൂട്ടിയാണ് ഹെൽപ്പ് ചെയ്യുക, തുറക്കാനും പിടിക്കാനും പൈപ്പ് വലിക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ ഇതാ വഴുതിനക്കൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്സ്. എന്നാലും ഇങ്ങനെ വൈകുന്നേരം ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ. കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമാധാനമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്? കുറേ പേര് ടെറസിലൊക്കെ ഇഷ്ടം പോലെ ഈ സമയത്ത് ഞാനിപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് ഇങ്ങനെ റീൽസൊക്കെ വരുമ്പോൾ കാണാം നിറച്ചു ടെറസിലൊക്കെ നട്ടിച്ച്. അതിൽ കാണുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം, നിറച്ച് പിടിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. നല്ല നല്ല തൈകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഉണ്ടാവുമല്ലോ. ആരോ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുളകിൻ്റെ മേളിലുള്ള ഇങ്ങനെ വാടിയ പാർട്ടെല്ലാം കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലോണം വളരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ കുറച്ച് പുതിയ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നേ, 1-2 എണ്ണം. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഇടയിലെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഒരു ദ്രോഹം കേൾക്കണോ, നായി രാത്രി മതിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് തുള്ളിയിട്ട് നമ്മുടെ 4 ചെടി നശിപ്പിച്ചു കേട്ടോ. എന്ത് ചൊറയാന്ന് നോക്കിക്കോ, 4 ചട്ടിയിൽ വെച്ച ചെടി 2 ദിവസമായിട്ട് തുള്ളിയിട്ട് കറക്റ്റ് ചട്ടിയിലേക്ക്. രാവിലെ എണീക്കുമ്പോഴേക്കുണ്ട് 2 ചെടി ഇങ്ങനെ ഒടിഞ്ഞിട്ട് കാണും. നമ്മൾ ചെന്നാപ്പാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായേ. അപ്പോഴാണ് മതിലിൻ്റെ പുറത്ത് നായിൻ്റെ കാലിങ്ങനെ കയറിയ കാലിങ്ങനെ അടയാളം വന്നത്. അതുകൊണ്ട് 4 ചെടി നശിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ. ഈ ഒരു ചെക്കി ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. നമ്മൾ ഇന്നാള് ഒരു ഹോമിയോല്ലോ എവിടെ പോയപ്പോ മേടിച്ചല്ലേ ഇത്, ഇരണാവില് പോയപ്പോ അവിടെ കണ്ടിട്ട് ഇത് പിങ്ക് ചെക്കി, ലൈറ്റ് പിങ്കാണ്. പക്ഷെ കുറെ എണ്ണം ഇങ്ങനെ 2 ചെടി മേടിച്ചിട്ട് ഒപ്പരം നട്ടു വളർത്തിയാണ്. അതിൻ്റെ തന്നെ റെഡ് ഉണ്ട്. അത് നമ്മളന്ന് കണ്ണൂർ ഫ്ലവർ ഷോന് പോയപ്പോ അപ്പൊ ആ ഐഡിയ ഉണ്ടായിട്ട് അന്ന് ഇരണാവ് പോയപ്പോ അവര് പറഞ്ഞപ്പോ അന്ന് ഐഡിയ വന്നത്. 2 എണ്ണം ഒപ്പരം നട്ടാ ഇങ്ങനെ കുറ്റി പോലെ ആവുമല്ലോ. 2 എണ്ണം മേടിക്കണായിരുന്നു. അത് ബോൺസായിക്കും പൂ വിരിഞ്ഞിട്ടുണ്ട് റെഡ്. പിങ്ക് ആണ് ആക്ച്വലി അവർ പറഞ്ഞത്. പിങ്ക് തന്നെ ആയിരിക്കും വിരിയുമ്പോഴേക്ക്. പക്ഷെ നേരെ ഉണ്ടായതേ, ഇന്നുണ്ട് അതിങ്ങനെ ചെരിഞ്ഞിട്ട് കാണുന്നു പൂവ്. വിടരുമ്പോ നേരെ ആവുമായിരിക്കും. വാവ അനങ്ങാൻ തുടങ്ങിയോന്നെല്ലാം കുറേ പേര് കമൻറ്റ് ചെയ്യലുണ്ട്. വാവ അനങ്ങാനൊക്കെ തുടങ്ങിയിട്ട് ഇതാ കളിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ കോലായത്ത് ഇരുന്ന സമയത്ത് അനങ്ങുമ്പോൾ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ വാവേൻ്റെ കളിയും കൂടെ. കുറേ പേര് ചോദിക്കാറുണ്ട് മൂവ്മെൻറ്റ്സ് എല്ലാം കിട്ടി തുടങ്ങിയില്ലേ, കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം. അത് വിളിക്കുന്ന ഇതാ ഇത് അച്ഛ, ഇത് വെല്ലിച്ച, ഇതാ കുഞ്ഞച്ച. ഇതെത്ര 1 വയസ്സാ? 1 വയസ്സായിരുന്നു തോന്നുന്നു. 1 വയസ്സ് 1.5 വയസ്സായിരുന്നു. ഹരിന്റെ കല്യാണത്തിന് എടുത്ത് ഹരിന്റെ വീട്ടിൽ നിന്ന്. അന്നേരം 1.5 വയസ്സായിരുന്നു തോന്നുന്നു. അച്ചിയും വെല്ലിച്ചി. ഇത് ഫസ്റ്റ് ബർത്ത്ഡേ തളാപ്പ്. അച്ഛനെ നോക്കിയേ, അച്ചി കളിക്കുന്നു. അമ്മമ്മ ഇന്ന് പ്രസവിച്ചതേ ഇല്ലു. അമ്മമ്മ ഇന്ന് പ്രസവിച്ചതാ. എന്നാ പ്രസവിച്ചിട്ടില്ലല്ലോ, രാത്രിയല്ലേ? ചേച്ചി വിളിക്കുന്ന, നീ കളിക്കുന്നുണ്ടാ? കുറച്ചേരം കളിച്ചിട്ടോ. രാത്രി 8 എത്ര മണിക്കാ? 8:30 സ്റ്റാർട്ട് ചെയ്ത്. രാത്രി ആവുമ്പോ പ്രസവിച്ചു. 10:15 അങ്ങനെ സമയത്ത്. അവിടുന്ന് നടന്നുകൊണ്ട് ദൂരല്ലേ മോളേ ഉള്ളൂ. അന്നേരം തളാപ്പിലാന്ന് താമസം നമ്മള്. നമ്മളല്ല, നമ്മളില്ല, ഞാനില്ല. ഇങ്ങ് റോഡ് പോയി കൂടാ എന്നാ വേണ്ട വാ. മാറി, ഫോട്ടോ മാറി. പാപ്പിനിശ്ശേരി നിന്നില്ലേ? വെൽഫെയറിന്റെ എവിടെയാ? വെൽഫെയർ സ്കൂളൊക്കെ താമസിച്ചില്ലേ? തളാപ്പിൽ നിക്കുമ്പോ കൊയിലി അപ്പുറത്ത് തന്നെ ആയില്ലേ? അപ്പൊ നമുക്ക് അപ്പുറത്തന്നെ ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്യിപ്പിച്ച് അച്ഛൻ ഓഫീസിൽ പോവാം. എല്ലാ ദിവസവും രാവിലെ പോവും, ചെക്ക് ചെയ്യും, ഏട്ടൻ ഓഫീസിൽ പോവും, ഞാൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നമുക്ക് അതൊരു കംഫർട്ട് ആയിരുന്നു. ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ ഈ ചുട്ടീനെ അടുത്ത് കൊയിലി കാണിക്കുന്ന സമയത്ത് അമ്മനെ നമുക്ക് അടയാറ്റം വീടെടുത്തിട്ട് കുറച്ച് നാള് താമസിക്കാം, പെട്ടെന്ന് പെയിൻ വന്നാ അമ്മടെ നമ്മൾ കൽമ്പ് കൊടുത്തു നമുക്ക്. പിന്നെ എല്ലാരും അങ്ങനെ അടുത്ത് താമസിക്കുമല്ലേ എന്ന് അമ്മക്ക് ടെൻഷനായിട്ട് അമ്മ പറഞ്ഞു നമുക്ക് അടയാറ്റം കുറച്ച് ദിവസം വീടെടുത്ത് താമസിക്കാം, എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇപ്പൊ ആഗ്രഹമൊന്നും വേണ്ട. ഇപ്പൊ വേഗം വണ്ടിയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? നമുക്ക് എത്ര എടുത്തേക്കില്ല, കാളും ദൂരത്ത് പോയിട്ട് പ്രസവിക്കുന്നവരില്ലേ. ബ്ലോക്കും ഇല്ല.
അങ്ങനെ പുറത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറിയിട്ട് ഏട്ടൻ എനിക്ക് ഉള്ളി മുറിച്ച് തരുവാന്നേ. രാത്രി കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പറഞ്ഞു കുറേ നിർബന്ധിച്ചു നീ വയ്യാണ്ടാക്കണ്ട, വയ്യാത്തയല്ലേ എന്നെല്ലാം. പക്ഷേ എന്നാലും ഏട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഏട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഏട്ടന് ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. ഇന്നാൾ 2-3 ദിവസം മുന്നേ ചോദിക്കുകയും ചെയ്തു എന്നെ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കി തരുന്നതെന്ന്. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടേക്ക് പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഏതായാലും ഇന്ന് തന്നെ ആക്കാമെന്ന് വെച്ചു. ഏട്ടൻ ഉള്ളി മുറിച്ച് തരുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ സമയം ഞാനൊന്ന് ആവി പിടിക്കുകയാണ്. ആവി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ കിട്ടുമല്ലോ ആ കഫക്കെട്ടിനെല്ലാം. അപ്പോൾ ആവി പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർ ഉള്ളി മുറിച്ച് ബാക്കി മുറിച്ചൽ സെറ്റപ്പെല്ലാം ആക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്താൽ മതിയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടൻ ഹെൽപ്പ് ചെയ്യുക എല്ലാത്തിനും വന്നിട്ട് കൂടിയുണ്ട്. ചുട്ടി എന്തിനു ചുട്ടിനെ കണ്ടെന്നതിന് വെള്ളം വരുന്നത് കരഞ്ഞ് ജലദോഷം പിടിച്ച. ആരാ എന്റെ മോളെ കരയിച്ചേ? അച്ഛനാ? ഉള്ളിയാ? അച്ഛൻ ഉള്ളി മേടിക്കുന്നതിന്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഇത് ഒരാൾ ഇരുന്ന് കരയുന്നു. ഇതല്ലേ കണ്ണെന്ന് വെള്ളം വരുന്നത്? പിന്നെ കണ്ണെന്ന് വെള്ളം വന്നാ കരയില്ലെന്നല്ലേ? കഴുകാൻ മോളെ പോണു. തായറിഞ്ഞ മുഖം കഴുകിട്ടു. അപ്പൊ അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഏട്ടൻ അരിയെല്ലാം കഴുകി തരാം, നീ എന്നാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെയ്തു തന്നോളാം, എന്നാൽ വേഗം ആവുമല്ലോ എന്ന് പറയുന്നുണ്ട്. എൻ്റെ നിച്ചൂട്ടിനെ കുളിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ് സ്പീഡപ്പ് ആക്കുന്നത്. അപ്പോൾ അരിയെല്ലാം എടുക്കുന്നുണ്ട്. ബിരിയാണി റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ലേ, എൻ്റെ മനസ്സിൽ ഇന്നൊരു ടൈപ്പ് ബിരിയാണി ഉണ്ട്, അതെന്നെ മനസ്സ് കണ്ടുകൊണ്ടാണ് ഞാൻ ആക്കാൻ പോകുന്നത്. അതെന്നെ ആവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ നമ്മുടെ മുസ്ലിം കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്നൊരു ബിരിയാണി ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബിരിയാണി. പക്ക അതുപോലെ എന്തായാലും ആവില്ല നമ്മൾ ഉണ്ടാക്കിയാൽ, അവർ കുറച്ച് മസാലയും കാര്യങ്ങളും എല്ലാം മാറ്റമായിരിക്കും അല്ലേ. പക്ഷെ ഇന്ന് ഏതായാലും അതുപോലെ കുറച്ചെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കുവാന്ന്. സാധന സാമഗ്രികളൊക്കെ സെറ്റാണ്. ഉള്ളി മുറിച്ച് വന്നിട്ടുണ്ട്, തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ച്. ചിക്കൻ ഞാൻ ഇന്നലെ പെരക്കി വെച്ചിട്ടുണ്ട്, അതിനെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്, അതുകൊണ്ട് നല്ലോണം പിടിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിന് വേണ്ടിയുള്ള മല്ലിയിലയും പുതിനയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകിയിട്ട് ഊറ്റി തന്നിട്ടുണ്ട് ഏട്ടൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം 2 കുക്കറിൽ അപ്പുറം ഇപ്പുറം ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. മസാല ആക്കുമ്പം തന്നെ നമുക്ക് ഇപ്പുറത്തെ റൈസും ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് മിക്സ് ചെയ്യലോ വേണ്ടു. സംഭവം സിമ്പിളാണ് ശരിക്കും ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊന്ന് ഇതായി കഴിഞ്ഞാൽ നാക്കിനേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പം ഞാനിന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്, അത് മസാലേൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാലക്ക്. അപ്പോൾ ഇതാ റൈസ് സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം. ഇനി ഇത് കുക്കർ അടിച്ചിട്ട് ഒറ്റൊരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് അവിടെ റെഡിയാവും. മസാലക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അപ്പുറത്ത് തന്നെ ഒരു പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നാളൊരു സംഭവം ഉണ്ടായിനെ, ഞാൻ ഒരു റീൽസ് കണ്ടുകൊണ്ട് നിൽക്കുമ്പം ഒരു കല്യാണ ബിരിയാണീൻ്റെ ഒരു വീഡിയോ കണ്ടേ. അപ്പം ഞാൻ ഏട്ടനോട് പോയിട്ട് പറഞ്ഞു, ഏട്ടാ എനിക്ക് കല്യാണ ബിരിയാണി തിന്നാൻ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. രാത്രി 9 മണിക്കാണ് കേട്ടോ സംഭവം. എൻ്റെ ഏട്ടൻ പറഞ്ഞു അത് ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടണ്ടേ, സദാ ബിരിയാണി ആണെങ്കിൽ പിന്നെയും മേടിച്ച് കൊണ്ടുതരായിരുന്നു എന്ന് പറഞ്ഞേ. അപ്പോഴേക്കുണ്ട് കറക്റ്റ് സമയമാകുമ്പോഴേക്ക് സൈബൂമ്മയുണ്ട് ബിരിയാണി കൊണ്ടിരുന്നു. കല്യാണത്തിന് പോയതാണ്, അവരെ ബന്ധുവിൻ്റെ വരുമ്പം കിട്ടിയതാണെന്നും പറഞ്ഞിട്ട്. അയ്യോ ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ അത്. അപ്പോൾ ഏതായാലും നമ്മുടെ മസാലയും റൈസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. കുറച്ച് ചിക്കൻ ഉണ്ടായത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നിച്ചൂട്ടിക്ക് വേണ്ടിയിട്ട്. ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ്. ബിരിയാണി എല്ലാം ദമ്മലിട്ട് സെറ്റാക്കിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലെല്ലാം മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെടുത്തപ്പോൾ ഇതാ ഇങ്ങനെയുണ്ട്. ഏകദേശം കാണാൻ കല്യാണ ബിരിയാണി പോലെ ഉണ്ടായിന് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട്, ആ ഒരു കളറൊന്നും അറിയില്ല, ചെറിയ മാറ്റം ഉണ്ടാവുമല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ സമയം 8 മണിയായി. ഫുഡെല്ലാം കഴിച്ച് ഞാനും നിച്ചൂട്ടിയും കഴിച്ചേ. ഏട്ടൻ വരുന്നേ ഉള്ളൂ കുളിയെല്ലാം കഴിഞ്ഞിട്ട്. ഒപ്പരം കഴിക്കാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്തു, പക്ഷെ വൈകുന്നേരം ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വിശന്നുകൊണ്ട് നമ്മൾ വേഗം കഴിച്ചു. ഇനി ഏട്ടൻ വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണം, അതിന് വേണ്ടിയിട്ടാണ് കാത്തിക്കുന്നത്. ഏട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണല്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് കഴിക്കട്ടെ. എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. ഇന്ന് വേഗം ഉറങ്ങണം, എന്നാൽ മാത്രമേ നാളത്തേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റൂ. അപ്പം നിച്ചൂട്ടിക്ക് ഉറക്കം വന്ന് ഉച്ചക്ക് അംഗനവാടിയിൽ നിന്ന് ഉറങ്ങാത്തതുകൊണ്ട് രാത്രി വേഗം ഉറങ്ങലുണ്ട്. അപ്പം ഇന്ന് ഉറക്കം വന്നിട്ടുണ്ട്. ഏട്ടൻ വന്ന് ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഒന്ന് മുറ്റത്തെല്ലാം നടന്ന് വേഗം കൊണ്ടുപോയിട്ട് ഉറക്കണം. സൂപ്പർ. കല്യാണ ബിരിയാണി പോലെ ഉണ്ട്, അടിപൊളി ടേസ്റ്റ് വന്നിട്ട്. സാധാരണ ആക്കുന്ന പോലെയല്ല, ഒരു വ്യത്യാസമുണ്ട്. ഒരു ഏകദേശം ഒരു മുസ്ലിം കല്യാണ ബിരിയാണി പോലെ തോന്നുന്നില്ലേ അല്ലേ? മസാല എല്ലാം
ഇതും ഇപ്പം നമ്മുടെ രാത്രിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങും, കുറേ നേരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കും കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇന്ന് നിച്ചുട്ടി സൈക്കിൾ കൊടുത്തിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ സാധാരണ ഈ സമയത്ത് സൈക്കിളൊന്നും എടുക്കലില്ല. അച്ഛനും അമ്മയും ഉണ്ടാവും കോലായി തന്നെ ഇരിക്കുന്നത്. നമ്മൾ മുറ്റത്തേ നടക്കും, ചിലപ്പോൾ അമ്മയും നടക്കാൻ കൂടും. അങ്ങനെ എല്ലാവരും നമ്മുടെ ഒരു ഫാമിലി ടൈം കിട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇപ്പം അല്ലെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ച് അതാളെ പാട്ടിന് പോയി അങ്ങനെയല്ലേ. ഇപ്പം പിന്നെ ഈ പ്രഗ്നൻസിയും കൂടെ ആയതുകൊണ്ട് ഫുഡ് കഴിച്ചാൽ കുറച്ച് നേരം മുറ്റത്ത് നടന്നിട്ട് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആയാസമല്ലേ. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ചെയ്യുന്നത്. നിച്ചുട്ടിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനുമായിട്ടും സ്ഥിരം ഇങ്ങനെ നടക്കുമ്പം ഇങ്ങനെ പറയുമോ ഇനി വാവ വന്നു കഴിഞ്ഞാൽ വാവി ഉണ്ടാവില്ലേ നമ്മളെ കൂടെ നടക്കാമെന്നെല്ലാം. ഇപ്പോൾ ഇതാ നിച്ചുട്ടി ഉണ്ട് നമ്മളെ കൂടെ, അടുത്ത വാവേനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. ആ രാത്രി ചെറിയൊരു തണുപ്പ് എല്ലാം ഉണ്ടാവുമല്ലോ മുറ്റത്ത്, അപ്പോൾ അതൊക്കെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സുഖമാണ്. നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇങ്ങനെ ഗ്യാസ് സ്തംഭനം പോലെയെല്ലാം ഉണ്ടാവില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ, അതിനും എല്ലാം നല്ലൊരു മാറ്റം കിട്ടുകയും ചെയ്യും. മോൾക്കും നല്ലൊരു ഉഷാറാണ്. ഇപ്പം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയെല്ലാം ചെയ്യുമ്പം നമ്മൾ ഗാർഡനും ചെറുതായ രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടല്ലോ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട്. അതുകൊണ്ട് മുറ്റത്തെ നടക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. നമ്മൾ വാളിലും നമ്മുടെ മതിലിനും ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെ കളർ ലൈറ്റ്സും വെച്ചിട്ടുണ്ടല്ലോ മണ്ണിൽ കുത്തി വെച്ചത്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പം നല്ലൊരു അടിപൊളിയാണ് രാത്രിക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം നിന്ന് ഇനിയിപ്പോൾ ബ്രഷൊക്കെ ചെയ്യണം, മേലെ പോകണം, കിടന്നുറങ്ങണം. സമയം ഇന്ന് അത്രയേ ആയിട്ടുള്ളൂ കേട്ടോ, 9 മണി ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് 9 മണിക്ക് തന്നെ നമ്മൾ മേലേക്ക് പോയിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞു. ഉറക്കൊക്കെ ഒന്ന് ശരിയാവട്ടെ. നീച്ചൂട്ടിക്കും നല്ല ഉറക്കമുണ്ട്, എനക്കും നല്ല ഉറക്കമുണ്ട്. പിന്നെ അധികം ക്ഷീണമാവണ്ടല്ലോ മുഷിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം ഈ വർഷത്തെ ഏട്ടൻ്റെ ബർത്ത്ഡേ അങ്ങനെ കടന്നുപോയി, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട്. എന്നാലും ഗിഫ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. പിന്നെ ഏട്ടൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നില്ലേ, അത്രേ വേണ്ടുവെന്ന് പറഞ്ഞു. ഇനിയിപ്പം എപ്പോഴെങ്കിലും ഏട്ടൻ്റെ കൂടെ കണ്ണൂർ പോകുമ്പോൾ ഏട്ടൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ വീഡിയോസ് ഇടുന്നതെല്ലാം കുറവാണ്, എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ കണ്ടന്റ് ഇടുക എന്നുള്ളതെല്ലാം ഇങ്ങനെ ഒരു ഡൗട്ടിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കണ്ടന്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് പറ, ആ കണ്ടന്റ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.